കറക്റ്റ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നത്? ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതില് എന്താണ്? ഫസ്റ്റ് വൺ, ഇറ്റ് മേ ഇൻവോൾവ് ദ പ്രൊസീജിയർ ഓഫ് ഇൻഡക്ഷൻ ആൻഡ് അനാലിസിസ്, a study that describes and interprets what is or was the case. It can never be normative. It is used only in quantitative research. Survey studies is one of its types. Okay, നമുക്ക് ആൻസേഴ്സ് വരുന്നുണ്ട്. പറട്ടെ. ഡി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. ഒരു പേരുള്ളൂ. യെസ്, ബി, എ, ഡി എല്ലാം വ്യത്യസ്തമായ ആൻസേഴ്സ് ആണല്ലോ. ഇതിലേതോ 3 ശരിയാണ്, 3 തെറ്റാണ് അല്ലേ? യെസ്. കഴിഞ്ഞോ? ആൻസർ നോക്കിയാലോ. ഇതിലേതോ 2 കംപ്ലീറ്റ്ലി തെറ്റാണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയിട്ട് ബേസ് ചെയ്തിട്ട് ഉള്ളതല്ല. പക്ഷെ 3 കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ബിന്റെ ലെവൽ കൂടുന്നുണ്ട്. ബി, ഡി, എ എല്ലാ ആൻസേഴ്സും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും ആൻസർ നോക്കാം കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് എന്താ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്കിപ്പോ എന്താണ് കേസ് സ്റ്റഡീസ്, ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ടോ എന്തും പറയാം. കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയിട്ട് വരാം. നമ്മൾ നോർമലി ഒരു റിസർച്ച് എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? ഇറ്റ് മേ ഇൻവോൾവ് ദി പ്രൊസീജിയർ ഓഫ് ഇൻഡക്ഷൻ ആൻഡ് അനാലിസിസ്. ശരിയാണ്. കാരണം എന്താണ്? ഈ ഇൻഡക്റ്റീവ് അനാലിസിസും ഡിഡക്റ്റീവ് അനാലിസിസും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പം എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഒബ്സർവേഷൻ ഉണ്ടാവും, അതിന്റെ ബേസിസിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു തിയറി ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് കണ്ടുപിടിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ അനാലിസിസും നമ്മൾ ഒരു നോർമൽ റിസർച്ച് എങ്ങനെയാണോ ചെയ്യുക ആ ഒരു പ്രൊസീജിയർ ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും ഫോളോ ചെയ്യുന്നുണ്ടോ. അപ്പം സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? A study that describes and interprets what is or was the case. ഇതാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എന്നുള്ളത് അത് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അത് എന്തായിരിക്കണം എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ പിയും ഓപ്ഷൻ ബി ആണ് ശരിക്കും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബിയും ശരിയാണ്. സി എന്താ പറയുന്നത്? ഇറ്റ് കൻ നെവർ ബി നോമാറ്റീവ്. നോമാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. നോമാറ്റീവ് എന്ന് പറഞ്ഞാല് ഒരു വാല്യൂ ബേസ്ഡ് അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മുടെ ജഡ്ജ്മെന്റ്. ഇപ്പോ ഇത് ഒരു എന്താണ് ഇറ്റ് ക്യാൻ ബി ദാറ്റ് എന്താണ് നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ ഷുഡ് ബി, ക്യാൻ ബി, കുഡ് ബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ റിസർച്ചിൽ നമ്മൾ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യില്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വരില്ല എന്നാണ്. അത് ഒരിക്കലും വാല്യൂ ബേസ്ഡ് ആയിരിക്കില്ല, അതൊരിക്കലും നോമാറ്റീവ് ആയിരിക്കില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് സി പറയുന്നത്. നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി നോമാറ്റീവ്. അതുകൊണ്ടാണ് സി എന്ന് പറയുന്നത് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയത്. ഡി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ ദി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. തെറ്റാണല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ക്വാളിറ്റേറ്റീവ് മാത്രമാണെന്നും പറയാൻ പറ്റില്ല. In both the cases, we are using descriptive research. So, എന്താണ് it is used only in the quantitative research എന്നുള്ള സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഈ എന്താ പറയുന്നത്? സർവേ സ്റ്റഡീസ് is one of its types. യെസ്, നമുക്കിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ടൈപ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സർവേ സ്റ്റഡീസ് എന്നുള്ളത് അതിന്റെ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഇ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് എ, ബി, ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്.
ഓക്കെ ആണോ? നെക്സ്റ്റ് ആൻസർ നോക്കാം. ഇതിലൊന്നുമില്ല, എന്താണ് ഇതിൽ ഇൻഡക്റ്റീവ് അനാലിസിസ് പോലുള്ള ഇത് പ്രൊസീജിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസർച്ച് ഈ കൈൻഡ് ഓഫ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, എ സ്റ്റഡി ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻഡ് ഇന്റർപ്രറ്റ്സ് വാട്ട് ഈസ് ഓർ വാസ് ദി കേസ്. പിന്നെ ഇതെന്താണ്, സർവേ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടിപ്പാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പിളിംഗ് ബേസ് ആണ്. Sampling in which sampling units are selected on the advice of some experts or by the institution or opinion of the researcher himself is known as what kind of sampling? നമുക്കറിയാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. ആ സാമ്പിളിംഗ് ഒക്കെ വരുന്ന ടൈപ്സ് ആണ് നമ്മൾ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതില് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ഏതോ ഒരു സാമ്പിളിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ? യെസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും അല്ലെ? നമുക്ക് ഓപ്ഷൻസിൽ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് തന്നിട്ടുണ്ട്, സ്നോബോൾ സാമ്പിളിംഗ് ഉണ്ട്, കോട്ട സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ് ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ള? യെസ്, എല്ലാവരും എ ആണ് പറയുന്നത്. ആണോ? ആൾക്കാരെ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ആരും വരാനില്ല തോന്നുന്നു, നമുക്ക് ആൻസർ നോക്കാം. യെസ്, എന്താണ് എല്ലാവരും പറഞ്ഞ പോലെ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ഇനിയാണ് അല്ലെ? ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്ത് കൈൻഡ് ഓഫ് സാമ്പിളിംഗോ? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതല്ലേ? ഇതിലുള്ള ഈ ഓപ്ഷൻസിലെ എല്ലാ സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അപ്പൊ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയന്റെ ബേസിസിലോ അല്ലെങ്കിൽ ആ റിസർച്ചർക്ക് തന്നെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് എന്താണ് നമ്മൾ സാമ്പിളിംഗ് കുറച്ചും കൂടി റെലവെന്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ആൾക്കാരെ അത്രയും എന്താണ് ആ റിസർച്ചിൽ തന്നെ സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കുന്നു. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ആണല്ലേ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എക്സ്പേർട്സിന്റെ അഡ്വൈസ് പ്രകാരം നമുക്ക് പറയാം. അപ്പൊ അതാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്താ? ഇതൊക്കെ നോൺ പ്രോബബിലിറ്റി ആണ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒന്നോ രണ്ടോ സാമ്പിൾസ് നമ്മളെ കയ്യിലുണ്ടാവും. ആ സാമ്പിൾസ് ത്രൂ നമ്മൾ അടുത്ത സാമ്പിളിലേക്ക് എത്തും, അത് ത്രൂ നെക്സ്റ്റ് സാമ്പിളിലേക്ക്, അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് പോയിട്ട് നമുക്ക് വേണ്ട സാമ്പിളിംഗ് എത്രയാണോ അല്ലെങ്കിൽ നമുക്ക് എത്ര സാമ്പിൾസ് ആണോ വേണ്ടത് അവരെ അവരുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യും. കോട്ട സാമ്പിളിംഗും നമ്മളെ പ്രോബബിലിറ്റിയിലുള്ള സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന്റെ നോൺ പ്രോബബിലിറ്റി വേർഷൻ ആണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മളത്തെ സാമ്പിളിങ്ങിലൊക്കെ ഓരോ കോട്ടാസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ്സ് ആയിട്ടാക്കും. പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് റാൻഡം ആയിട്ടായിരിക്കില്ല, നോൺ പ്രോബബിൾ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റിസർച്ചിന്റെ കൺവീനിയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഏതാണോ, സാമ്പിൾസ് ആരാണോ അവരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. സോ ഇതാണ് 4 types of നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. So I hope it's clear. We'll move on to our next question. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Yes, come on. I know. The approach to study of reality that suggests that only knowledge gained through experience and the senses is acceptable refers to what? Yes.
എല്ലാരും പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കഴിഞ്ഞോ? Anyone else? ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. എവ്രിവൺ വാസ് റൈറ്റ്. എംബർസിസം തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോ ഇവിടെ എന്താണ് ഗെയിൻഡ് ത്രൂ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെൻസസ് ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എംബെറിസിസം അല്ലെങ്കിൽ എംപെരിക്കൽ സ്റ്റഡി എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അല്ലെ. എംബെറിസിസം എന്ന് പറയുന്നത് എന്താ, ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം, ഒബ്സർവേഷന്റെ ബേസിസിലായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളില് എംപെരിക്കൽ അല്ലെങ്കിൽ എംബെറിസിസം എന്ന് പറയുന്നത്. അപ്പൊ സെൻസസിന്റെ ബേസിസിൽ എന്താണ് നമ്മള് നോളജ് ഗെയിൻ ചെയ്യുന്നത് എക്സ്പീരിയൻസിന്റെ ബേസിസിലും സെൻസസിന്റെ ബേസിസിലുള്ളത് മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എംബെറിസിസ് ആയിരിക്കും. ഇതിൽ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ? ആരില്ല? സിംബോളിക് ഇന്ററാക്ഷനിസം അതെന്താ പറയുന്നത്? സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അത് എന്താണ്, ഒരു സോഷ്യോളജിക്കൽ തിയറിയുടെ ബേസിസിലാണ് നമുക്ക് പറയാം. ഇപ്പോ സൊസൈറ്റിന്റെ ഇന്ററാക്ഷന്റെ ഇതില് അല്ലെങ്കിൽ എന്താണ് ആ സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ നമ്മൾ എങ്ങനെയാണ് നോളജ് ഗെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾസിന്റെ ഇതിന്റെ ഒക്കെ ബേസിസിൽ നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുന്നത്, അത് ആ സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ ആൾക്കാർ എങ്ങനെയാണ് നോളജ് ഗെയിൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു തിയറിയാണ്, ഒരു സോഷ്യോളജിക്കൽ തിയറിയാണ് അത് ശരിക്കും സിംബോളിക് ഇന്ററാക്ഷനിസം പറയുന്നത്. ഇതിൽ പോസ്റ്റ് മോഡേണിസം എന്താ? പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് മോഡേണിസവും എന്താണ് ഒരു 20th സെഞ്ചുറിയിലേക്കുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നെയാണ്. മോഡേണിസത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്നുള്ള രീതിയിൽ പോസ്റ്റ് മോഡേണിസം പറയുന്നത് ഒരു സിംഗിൾ ട്രൂത്ത് ഇല്ല എന്നാണ്. അവർ യൂണിവേഴ്സൽ ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇന്റർപ്രിട്ടേഷൻസും റിയാലിറ്റി. അപ്പം എന്താണ് നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് തിയറിയാണ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് എന്ത്, പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഈ എന്താണ് ഇതില് ഈ ഓപ്ഷൻസ് തന്നിൽ എംബെറിസിസത്തിന് ഒഴിച്ചിട്ട് ബാക്കിയൊന്നും സെൻസസിന്റെ ബേസിസിൽ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ സെൻസസ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് എപ്പോഴും എംബെറിസിസ് ആയിരിക്കും അതിന് ആൻസർ ആയിട്ട് വരാം. ഈ സിംബോളിക് ഇന്ററാക്ഷൻസ് ആണെങ്കിലും സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ ബേസിസിലാണ് പറയുന്നത്. പോസ്റ്റ് മോഡേണിസം യൂണിവേഴ്സൽ ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പിന്നെ ഒബ്ജക്റ്റിവിസം എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റിവിസം എന്താ ഒബ്ജക്റ്റിവിസം എന്ന് പറഞ്ഞാലും നമ്മളുടെ മൈൻഡിന്റെ പുറത്തേക്ക് ഓരോ എന്താ റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഒബ്ജക്റ്റിവിസം പറയുന്നത്. നമുക്കത് എക്സ്പീരിയൻസിലൂടെ നമ്മൾ കണ്ടെത്തിയെടുക്കണം, പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ല, നമ്മളുടെ പെർസെപ്ഷന്റെയും പുറത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഒബ്ജക്റ്റിവിസം പറയുന്നത്. അപ്പൊ ഇതില് സെൻസസിന്റെ ബേസിസിലും എക്സ്പീരിയൻസിന്റെ ബേസിസിലായിട്ട് എംബെറിസിസം എന്ന് പറഞ്ഞൊരു അപ്രോച്ച് സ്റ്റഡിയാണ് ഒരു അക്സെപ്റ്റബിൾ ഫോം ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ സി എംബെറിസിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. We'll move on to next question. Yes, triangulation. Triangulation is a method adopted by what is triangulation? Triangulation is a method of research adopted by what kind of research? Yes, A പറയുന്നുണ്ട്. എടാ നമുക്ക് ഏഴത്തെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഐ മീൻ എന്താണ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ളതൊക്കെ.
Triangulation is a research method adopted by what? ഓക്കെ, ഇതിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് വരുന്നുണ്ട്, അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, ഫണ്ടമെന്റൽ റിസർച്ച് ഉണ്ട്. ഇതിൽ ഏതാണ് ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞ മെത്തഡ് ഏത് റിസർച്ചിലാണ് എന്താണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ശരിക്കും ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഐ മീൻ ഇപ്പോ മെയിൻ ആയിട്ട് അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് ട്രാങ്കുലേഷൻ എന്ന മെത്തഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് എന്താണ് ഇന്റർവ്യൂസ്, ഇപ്പോ ഇന്റർവ്യൂസ്, കേസ് സ്റ്റഡീസ്, ഒബ്സർവേഷൻ, ഇതേപോലത്തെ ഒരുപാട് സോഴ്സസ് യൂസ് ചെയ്ത് നമ്മൾ ഒറ്റ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ കൈൻഡ് ഓഫ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും. അതിന്റെ ഒതന്റിസിറ്റിയോ അത് എത്രത്തോളം ട്രൂ ആണ്, എത്രത്തോളം ഇതാണ് എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടുതലായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കുറവാണ്. പിന്നെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് എന്താണ് ഓക്കെ, അപ്പൊ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു മെത്തേഡായിട്ട് അഡോപ്റ്റ് എന്താണ് അതിലൊരു മെത്തേഡായിട്ട് വരുന്നില്ല, ഒരു കൈൻഡ് ഓഫ് റിസർച്ച് അല്ലേ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ. ഫണ്ടമെന്റൽ റിസർച്ചും അതേപോലെ നമുക്ക് ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിസർച്ച് അല്ല, അതും ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുന്നതല്ല. അപ്പൊ ഇതില് എന്തായാലും ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് നമ്മൾ ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്ത് കാണുന്നത്. അപ്പം ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അതിനെന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞതിന്റെ മുന്നത്തെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഡെയിലി ടെസ്റ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഐ മീൻ ഈ സെയിം ഇക്വേഷൻ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിവിടെ പോപ്പുലേഷൻ മീനും പോപ്പുലേഷൻ മീൻ മ്യൂ അതേപോലെ സിഗ്മാക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് നമുക്കതിനെ മാച്ച് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും നമുക്ക് ഒരു എന്താണ് ഒരു ലോജിക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇതിനൊരു ഇക്വേഷൻ വേണം, അല്ല ഇക്വേഷൻ ഉണ്ട്, പക്ഷെ ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യണം എന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. യെസ്, സി പറയുന്നുണ്ട്. സി 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 ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? പോപ്പുലേഷൻ വേരിയൻസിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് അല്ലേ? അപ്പോ എന്താണ് യെസ്, സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ, എക്സ്ക്യൂസ് മൈ റൈറ്റിംഗ് പ്ലീസ്, സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് പോപ്പുലേഷൻ മീൻ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരാം. ആ സ്ക്വയറിന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അത് റൂട്ട് ആവും.
ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇതിൽ നമുക്ക് എന്നിന്റെ വാല്യൂ ഇല്ല. പക്ഷെ എന്നിന്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് അസ്യൂം ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ, എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. യെസ്. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ഇതൊരു എന്താണ് കാൽക്കുലേഷൻ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇഫ് യു വാണ്ട് ഇറ്റ് ടേക്ക് ടൈം. ഓക്കെ, നമുക്ക് എന്തായാലും ശരിയാണോ നോക്കാം. ഓപ്ഷൻ സി എല്ലാവരും മോസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സി തന്നെയാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ശരിക്കും ആ ഒരു 255 ആ ഒരു സ്ക്വയർ റൂട്ടിന്റെ 360 36 എന്നുള്ളത് എന്താണ്, റൂട്ട് ഓഫ് 36ന്റെ റൂട്ടാണ് 6, അതുപോലെ 49ന്റെ റൂട്ടാണ് 7. ആ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആ ഒരു നമുക്ക് എന്തായാലും പോപ്പുലേഷൻ മീന് 0 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ മൈനസ് മ്യൂ സ്ക്വയർ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്താ നമുക്ക് തന്നിട്ടുണ്ട് ബൈ എൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതില് മൈനസ് മ്യൂ സ്ക്വയർ എന്നുള്ളത് 0 ആയതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാത്തിനും എന്താണ് പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പൊ എന്നും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമുക്ക് ഈ 250 എന്നൊക്കെ ഉള്ളത് നമുക്ക് 10 ആയിട്ട് എന്നിനെ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് 250ന് ഇപ്പം ഉത്തരം വരുന്നത് എന്താ, C4 അല്ലേ. അപ്പൊ 250നെ നമ്മള് 250ക്ക് മാച്ച് ആയിട്ട് വരെ എന്തായാലും 5 തന്നെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് ഓക്കെ എന്ന് കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ തന്നെ 5 സ്ക്വയർ സിക്വയർ അല്ലെങ്കിൽ എന്നിനെ ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് വരും, സിഗ്മ എക്സ് സ്ക്വയർ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ വരും അല്ലെ. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ എന്താ, സിഗ്മ എക്സ് സ്ക്വയർ ഇതിൽ 250 ആണ്. അപ്പം 250 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്താ 25 വരും. അപ്പം 25 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താ വരിക, 10 ആണ്. അപ്പൊ ജസ്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. എന്ന് പക്ഷെ നമുക്ക് ഓൾറെഡി 10 ആയിട്ട് അസ്യൂം ചെയ്യാനും പറ്റും. അപ്പൊ 250 ബൈ 25 എന്നുള്ളത് 10 ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 250 ബൈ ഇപ്പം 8 ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഓരോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും കിട്ടുക. n എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂ ആവില്ലല്ലോ. n എന്ന് പറയുന്നത് എന്തായാലും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അപ്പോ നമുക്ക് 250 ബൈ 25 എന്ന് പറയുമ്പോൾ 10 വരും. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 360 ബൈ 6 സ്ക്വയർ എന്താ 36. അങ്ങനെയാണെങ്കിൽ 360 ബൈ 6 എന്ന് പറയുമ്പോൾ അത് എന്താവും 6 വരും. അതത്ര നമുക്ക് മെനക്കെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. അപ്പം 360 ബൈ 36 എന്നുള്ളത് എന്താവും 6 വരും. അപ്പൊ നമുക്ക് എ എന്തായി 4 ആയി, ബി എന്തായി 3 ആയി, പിന്നെ അതേപോലെ 490 എന്തായിട്ടായിരിക്കും മാച്ച് ആവുക 49 7 ആയിട്ടായിരിക്കും. അപ്പോ ഇതിലൊക്കെ n ഈക്വൽ ടു 10 നമുക്ക് ഈ ഓരോ ഏതൊക്കെ മാച്ച് ചെയ്താലാണോ സെയിം n ആയിട്ട് കിട്ടുക അങ്ങനെ നോക്കിയാൽ മതി. മേക്കിംഗ് എനി സെൻസ്. 640 എന്താവും 64 8 ആവും. അങ്ങനെയാണ് ഈ ഓപ്ഷൻ 0 എന്ന ഓപ്ഷൻ ആൻസർ വരിക. ഓക്കെ ആണോ, ഒന്നുകൂടെ പറഞ്ഞു തരണോ, ഞാൻ ഫുള്ള് കോംപ്ലിക്കേറ്റഡ് ആക്കിയോ എന്നൊരു ഡൗട്ട്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേരിയൻസിന്റെ ഇക്വേഷൻ ആണ്. അതായത് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ. അപ്പോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ n സിഗ്മ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് മ്യൂ സ്ക്വയർ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ടാണ് നമ്മൾ മ്യൂ എന്ന് പറയുന്ന വാല്യൂ കൺസിഡർ ചെയ്യാതിരുന്നത്. അപ്പൊ സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് അറിയാത്തൊരു വാല്യൂ എന്ന് പറയുന്നത് n ആണ്. അപ്പൊ n ഓരോന്നിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോയാൽ മതി. ഓക്കെയാ, ഇക്വേഷൻ ഓർത്ത് വെച്ചോട്ടോ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിസർച്ചിൽ ചോദിക്കാറുണ്ട്.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡൗട്ട് ഉണ്ടോ? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ. ഓക്കെ ആണെന്ന് തോന്നുന്നു, ആരൊന്നും പറയുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എന്താണ് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സി വാല്യൂ സിന്റെ ഒരു ഇന്റർവെല്ലിൽ തന്നിട്ടുണ്ട്. അതിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസിന് സിന്റെ ഇന്റർവെൽ ആയിട്ട് മാച്ച് ചെയ്യണം. യെസ്, എ പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. -1 ലെസ് ദാൻ അല്ല, സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. പിന്നെ കുറച്ച് സി വാല്യൂ എങ്ങനെയായിരിക്കും, 2 വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ള കുറച്ച് വാല്യൂസ് +1 എന്നുള്ളതല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയറ്റ് സി എന്ന് പറയുന്ന ഇന്റർവെലും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെന്താ, ഇത് ഞാൻ കുറച്ച് വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാല്യൂസ് നമുക്ക് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് പകുതി കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു 5-6 ഒരു എല്ലാ വാല്യൂസ് ഇല്ലെങ്കിലും ഈ ഒരു 4 വാല്യൂസ് അല്ലെങ്കിൽ 5 വാല്യൂസ് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ നമ്മള് ഇതാണ് നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആയിട്ട് വരിക അല്ലെ. നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സി കർവ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ സിന്റെ ഈ മിഡ് പോർഷൻ എന്ന് പറയുന്നതാണ് എന്ത്, ഈ മിഡ് പോർഷൻ 0 ആയിരിക്കും. അപ്പൊ സിന്റെ മിഡിൽ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്ന പൊസിഷൻ എന്താണ്, 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും അവിടെ വരാം. അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്താവും, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ ഇതില് ഇപ്പോ ഏരിയ അല്ലെങ്കിൽ പ്രോബബിലിറ്റി, ഈ പ്രോബബിലിറ്റി തന്നെയാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ്, ഇപ്പൊ 0 എന്ന് പറയുമ്പോൾ സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അതേപോലെ പോസിറ്റീവ് 1 എന്ന് പറയുമ്പോൾ 0.84 ആയിരിക്കും. ഇങ്ങനെ കുറച്ച് വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോ ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്, സി എന്ന് പറയുന്നത് -1 to +∞ എന്നുള്ളത് അല്ലെ. -1 to +∞. അപ്പൊ നമുക്ക് ഓൾറെഡി +∞ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റൈറ്റ് സൈഡിൽ ഇൻഫിനിറ്റി ആണ്, അത് എത്രയും ആവാം. പക്ഷെ ആ +∞ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ 1 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ -1ന്റെ വാല്യൂ നമ്മൾ 0.16 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ 0.16നെ നമ്മൾ 1 ആയിട്ട് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.84 കിട്ടും. അങ്ങനെയാണ് എ
-3 എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ബി ഓപ്ഷൻ എന്താ പറയുന്നത്, -2 ടു +1. -2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ നമ്മൾ ഞാൻ കാണിച്ച ഈ ഒരു 5 വാല്യൂസ് ഇല്ലേ, ഈ 5 വാല്യൂസ് ഓർത്ത് വെക്കാം. അതായത് 0 എന്ന് പറയുമ്പോൾ 0.5 ആയിരിക്കും ഈ പ്രോബബിലിറ്റി വരിക. ന്റെ വാല്യൂ 1 എന്നാണെങ്കിൽ 0.84 ആയിരിക്കും വരിക. +2 എന്നാണെങ്കിൽ 0.98 ആയിരിക്കും വരിക. അതങ്ങനെ -2 ഇപ്പൊ -3 ആവാണെങ്കിൽ 0.02 കുറച്ചുകൂടെ കുറയും. പക്ഷെ അങ്ങനെ പോവില്ല. നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ -1 ടു +∞ ആണ് അവിടെ Z-ന്റെ ഇന്റർവൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസിൽ +∞ നമ്മൾ എപ്പോഴും നോർമലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് 1 എന്നാണ് കൺസിഡർ ചെയ്യുക +∞ എന്ന് പറയുമ്പോൾ. അപ്പൊ 1നെ നമ്മൾ -1ന്റെ വാല്യൂ എന്താ, -1ന്റെ വാല്യൂ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.16 ആണെന്നുള്ളത്. അപ്പൊ അപ്പൊ നമ്മൾ എന്താണ് 1നെ 0.16 ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.84 കിട്ടും. യെസ്, അതാ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്താണ് PYQ അല്ലേ. അപ്പൊ -2 ടു +1 ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ -2 പിന്നെ +1. അപ്പൊ ഇവിടെ നമുക്ക് -2ന്റെയും +1ന്റെയും വാല്യൂസ് ജസ്റ്റ് അങ്ങോട്ട് കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ് -2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0.02 ആണ്. +1ന്റെ വാല്യൂ എന്താ 0.84 ആണ്. അപ്പൊ 0.84നെ നമ്മൾ 0.02 ആയിട്ട് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വരും, 0.82 കിട്ടും. അങ്ങനെയാണ് ബി എന്ന് പറയുന്നത് 4 ആവുന്നത്. അതേപോലെ തന്നെ ഇവിടെ -∞ ടു +2 കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് +2ന്റെ വാല്യൂ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. +2ന്റെ വാല്യൂ എന്താണ് 0.98 അല്ലേ +2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ സി എന്ന് പറയുന്നത് 1 ആയി. അതേപോലെ തന്നെ എന്താണ് 0 ടു +2 ന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് +2ന്റെ വാല്യൂ നമുക്ക് എന്താണ് 0.98 ആണ് എന്ന് അറിയാം അല്ലേ. അതേപോലെ തന്നെ 0ന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.50 ആണ് അല്ലേ. ഇത് നോക്കിയേ 0.50 അല്ലേ 0ന്റെ വാല്യൂ വരുന്നത്. ഇപ്പൊ -∞ ടു 0 എന്നാണെങ്കിലും 0.5 ആണ് വരിക. അപ്പോ നമ്മൾ 0.98നെ നമ്മൾ 0.5 ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.48 കിട്ടും. -1 ടു -1ന്റെ -∞ ടു സോറി കൺഫ്യൂഷൻ -1 ടു 0 എന്ന് പറയുന്ന ആ ഒരു ഇന്റർവെലിന്റെ വാല്യൂ ആണ് 0.16 എന്ന് പറയുന്നത്. പക്ഷെ ഇതിപ്പോ ഇന്റർവെൽ എന്നല്ല, നമുക്ക് -1ന്റെ വാല്യൂ ഇത്ര, 0ന്റെ വാല്യൂ ഇത്ര എന്നാണ്. അപ്പൊ -1ന്റെ വാല്യൂ ആണ് ഇവിടെ 0.16 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അല്ല, 0.16 ടു 0 വരെയുള്ള വാല്യൂ അല്ല, ബാക്കോട്ടേക്കാണ് നമ്മൾ നോക്കേണ്ടത്. -1ന്റെ വാല്യൂ ആണ് 0.16, 0ന്റെ വാല്യൂ ആണ് 0.50. ഈ ഒരു നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇതില്ലേ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നല്ല ബേസ് വേണം. എന്താണ് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇത് എഴുതി ചെയ്യാൻ മാത്രം ഇല്ല. നമ്മളില്ലേ ഈ ഒരു 4-5 വാല്യൂസ് ശരിക്കും മെമ്മറൈസ് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ ഓർത്ത് വെക്കുക. അതായത് ഈ എന്താണ് ഒരു കേർവ് ആണ് എപ്പോഴും ഈ ഒരു ഗ്രാഫിൽ വരിക. അപ്പൊ ഈ ഒരു കേർവിന്റെ മിഡിൽ പോർഷൻ ആയിരിക്കും. ഈ താഴെയാണ് നമ്മളെ സെഡിന്റെ വാല്യൂസ് വരുന്നത്. അപ്പൊ ഇതിന്റെ മീൻ എന്ന് പറയുന്ന പൊസിഷൻ ആണ് 0. അപ്പൊ 0ക്ക് ഒരു വാല്യൂ ഉണ്ട്. അതേപോലെ -1ന് ഒരു വാല്യൂ ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ട്, നമ്മുടെ ലോഗരിതം ടേബിൾ ഇല്ലേ, അതൊക്കെ പോലെ ഈ ഓരോ വാല്യൂവിനും ഓരോ സെഡിന്റെ വാല്യൂ ഇത്ര ആകുമ്പോൾ പ്രോബബിലിറ്റി ഇത്ര എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണിത്. അപ്പൊ ആ ടേബിൾ നമ്മൾ മൊത്തത്തിൽ മെമ്മറൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് മാത്രം നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാം. അപ്പൊ 0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.50 ആണ്. -1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.16 ആണ്. ഈ ആപ്പിൽ ഇതിന്റെ ശരിക്കുള്ള ക്ലാസ് ഉണ്ടാവും. ഞാൻ ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട വിചാരിച്ചത്.
അപ്പൊ -1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.16 ആണ്, -2ന്റെ വാല്യൂ 0.02 ആണ്. അതേപോലെ -3ക്കും -4നും പിന്നെ അതിന്റെ ഇടയിലുള്ള പോയിന്റിനൊക്കെ വാല്യൂസ് ഉണ്ട്. അതേപോലെ +1, +2 പിന്നെ അതിന്റെ ഇടയിലുള്ള ഡെസിമൽസിനൊക്കെ ഓരോരോ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ജസ്റ്റ് ഈ ഒരു 4-5 കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. അതിന്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. -1ന്റെ വാല്യൂ 0.16 ആണ്. അപ്പൊ പ്ലസ് ഇൻഫിനിറ്റി നമ്മൾ 1 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ 1നെ നമ്മൾ എന്താണ് 0.16 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.84 കിട്ടും. അതേപോലെ -2ന്റെ വാല്യൂ എന്തായിരുന്നു? 0.02 ആയിരുന്നു. അപ്പൊ അതിനെ +1ന്റെ വാല്യൂ ആയിട്ടുള്ള 0.84 ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.82 കിട്ടും. പിന്നെ +2ന്റെ വാല്യൂ 0.98 സ്റ്റാൻഡേർഡ് ആണ്, അത് കിട്ടും. പിന്നെ എന്താണ് 0 to +2 എന്ന് പറയുമ്പോൾ നമുക്ക് ആ +2ന്റെ വാല്യൂവിനെ 0ന്റെ വാല്യൂ ആയിട്ട് മൈനസ് ചെയ്ത് 0.98 മൈനസ് 0.5 0.48 കിട്ടും. ഓക്കെ ആണ് വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ശരിക്കും മെമ്മറിനകത്ത് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എന്തായാലും ആപ്പിൽ ഉണ്ടാവും. തീരെ ബേസ് ഇല്ലാത്തവർ എന്തായാലും അതൊന്ന് ക്ലാസ് കാണുന്നതല്ലായിരിക്കും. നമുക്ക് ടൈമിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ട് എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. Which of the following is wrong with regard to longitudinal research studies? Longitudinal research study എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. അപ്പോ ഒരെന്താണ് കുറച്ചും കൂടെ ലോങ് ടൈമിന്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോപ്പുലേഷനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിസിൽ തെറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്നാണ് ചോദ്യം. Yes, come on. ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? സെയിം പോപ്പുലേഷനെ നമ്മൾ റെഗുലർ ഇന്റർവെൽസിൽ ഒന്നും കൂടെ സ്റ്റഡി ചെയ്യുന്നു. അവരിലെ ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ കുറച്ച് ഇയേഴ്സോ അല്ലെങ്കിൽ കുറച്ച് മന്ത്സോ നീണ്ടു നിൽക്കുന്ന കൈൻഡ് ഓഫ് സ്റ്റഡി ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് അവരെ ടെസ്റ്റ് ചെയ്യും, പിന്നെ എന്തെങ്കിലും അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇന്റർവെൽസിന്റെ ബേസിസിൽ അവരെ ടെസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഉള്ളൊരു സ്റ്റഡിയാണ്, അങ്ങനത്തെ ഉള്ളൊരു റിസർച്ച് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. അതിന്റെ എന്താണ് ഒരു സെയിം പോപ്പുലേഷനിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ഓവർ ടൈം സ്റ്റഡി ചെയ്യുന്നു, അവരിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ റിഗാർഡിൽ നോക്കുമ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഇതിൽ 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. The study populations visited a number of times at regular intervals. There is no need to visit more than once. Intervals might be as short as a week or longer than a year. Intervals must be longer than a year. Intervals are not fixed, so their length may vary from study to study. Yes. ഓക്കെ, നമുക്ക് എന്നാ ഉത്തരം നോക്കിയാലോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്താ? നമ്മളൊരു സെയിം പോപ്പുലേഷനെ തന്നെ റിപ്പീറ്റഡ്ലി ഓവർ ടൈം സ്റ്റഡി ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് സെയിം പോപ്പുലേഷൻ തന്നെ പഠിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിസർച്ചിനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? The study population is visited a number of times at regular intervals. റെഗുലർ ഇന്റർവെൽസിൽ ആ ഒരു സ്റ്റഡി പോപ്പുലേഷനെ ആ ഒരു റിസർച്ചിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയാണ്. നമ്മൾ എന്താണ് അവരിലുള്ള മാറ്റങ്ങളും
അവരിൽ എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ റെഗുലർ ഇന്റർവെൽസിൽ ആ പോപ്പുലേഷനെ വീണ്ടും വീണ്ടും സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ റിസർച്ച് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് നമ്മൾ ലോൺജിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ ബേസിസ് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. പിന്നെ ബി ഓപ്ഷൻ എന്താ പറയുന്നത്, ദർ ഈസ് നോ നീഡ് ടു വിസിറ്റ് മോർ ദാൻ വൺസ്. നമ്മൾ അങ്ങനെ എന്താണ് ഒരു തവണ അല്ലാതെ രണ്ടാമത്തെ തവണ ആ ഒരു പോപ്പുലേഷനെ വിസിറ്റ് ചെയ്യുന്നില്ല, അവരെ പിന്നെയും നമ്മൾ റിപ്പീറ്റഡ്ലി സ്റ്റഡി ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അത് ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റഡിയോ. അപ്പൊ ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നെങ്കിൽ റിപ്പീറ്റഡ്ലി ഓവർ ടൈം അവരെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു റിസർച്ചിനാണല്ലോ നമ്മൾ ലോൺജിറ്റ്യൂഡിനൽ എന്ന് പറയാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡിനെ പറ്റി തെറ്റാണ്. ഇന്റർവെൽസ് മൈറ്റ് ബി ആസ് ഷോർട്ട് ആസ് എ വീക്ക് ഓർ ലോങ്ങർ ദാൻ ഇയർ. ഈ എന്താണ് നമ്മൾ റിസർച്ചർ അവരെ കാണുമ്പോൾ ഇന്റർവെൽ എന്ന് പറയുന്നത് ചിലപ്പം വീക്ക്ലി ആവാം, ചിലപ്പം എന്താണ് ഒരു കൊല്ലത്തിനും ശേഷമായിരിക്കും പോകുന്നത്. അത് ഡിപ്പെൻസ് ഓൺ ആ സ്റ്റഡി. നമ്മളെ സ്റ്റഡി എങ്ങനെയാണോ, സ്റ്റഡീന്റെ ബേസിസ് എന്താണോ, പേർപ്പസ് എന്താണോ എന്നനുസരിച്ചിരിക്കും. അപ്പൊ അതും ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡിന്റെ കാര്യത്തിൽ ശരിയാണ്. ഇപ്പൊ ഇന്റർവെൽസ് മസ്റ്റ് ബി ലോങ്ങർ ദാൻ ഇയർ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് ഓരോ സ്റ്റഡി എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. ചിലപ്പം ലോങ്ങർ ദാൻ ഇയർ ആവാം, ചിലപ്പോൾ ഷോർട്ടർ ദാൻ എ വീക്ക് ആവാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്. പിന്നെ ഇന്റർവെൽസ് ആർ നോട്ട് ഫിക്സ്ഡ്, സോ ദ ലെങ്ത് മേ വേരി ഫ്രം സ്റ്റഡി ടു സ്റ്റഡി. യെസ്, ഇന്റർവെൽസ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല, സ്റ്റഡി ടു സ്റ്റഡി അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ എന്താണ് ഓപ്ഷൻ ബിയും ഡി ആണ് ലോൺജിറ്റ്യൂഡിനൽ റിസർച്ചിന്റെ ബേസിസിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ലോൺജിറ്റ്യൂഡിനൽ സ്റ്റഡി ഒരു സെയിം പോപ്പുലേഷൻ നമ്മൾ റിപ്പീറ്റഡ്ലി ഓവർ ടൈം സ്റ്റഡി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഷ്യോ സ്കെയിലിന്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് എമംഗ് ദി ഫോളോയിങ് അപ്ലൈസ് ടു ദി റേഷ്യോ സ്കെയിൽ? Yes. It is useful besides in assessing quality and values. It has equal interval properties. It has true zero. The numerals have the qualities of real number and can be added, subtracted, or multiplied. It uses non-parametric statistical techniques. Yes. നമുക്ക് 4 types of scale ഉണ്ടല്ലേ? NOIR എന്ന് പറഞ്ഞിട്ട് റേഷ്യോ സ്കെയിൽ ഉണ്ട്, ഇന്റർവെൽ സ്കെയിൽ ഉണ്ട്, പിന്നെ ഏതാ നോമിനൽ സ്കെയിൽ ഉണ്ട്, ഓർഡിനൽ സ്കെയിൽ ഉണ്ട്. അതില് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ സ്കെയിൽസ് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഒരു മെയിലായിട്ട് വെക്കുന്നത് ഏത് സ്കെയിലാ? റേഷ്യോ സ്കെയിലാണ്. അപ്പൊ റേഷ്യോ സ്കെയിലിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇതിലേതാ? ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ റേഷ്യോ സ്കെയിലിനെ സംബന്ധിച്ച് ട്രൂ ആണ്. ഇതില് ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ഡിവൈസ് ഇൻ അസസിങ് ക്വാളിറ്റി ആൻഡ് വാല്യൂസ്. ഈ അസസിങ് ഈ ക്വാളിറ്റി ഒക്കെ അസസ് ചെയ്യാൻ നമ്മൾ റേഷ്യോ സ്കെയിൽ അല്ല, അത് നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ ഒക്കെയാണ്. ക്വാളിറ്റി ഒക്കെ എന്താണ് ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും ഒക്കെയാണ്. അപ്പൊ ഈ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ റേഷ്യോ സ്കെയിൽ ആയാലും ഇന്റർവെൽ സ്കെയിൽ ആയാലും നമ്മൾ പറഞ്ഞു ശരിക്കുള്ള ആ ഒരു ഹോൾ നമ്പറിലെ ഡാറ്റ നമുക്ക് വേണം അല്ല, അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് റേഷ്യോ സ്കെയിലും ഇന്റർവെൽ സ്കെയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ നോമിനൽ സ്കെയിലൊക്കെ നമുക്ക് ക്വാളിറ്റിയോ ഈ നമ്പേഴ്സ് തന്നെ അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ ഈ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് റേഷ്യോ സ്കെയിലിന് അപ്ലിക്കബിൾ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ബി എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് ഈക്വൽ ഇന്റർവെൽ പ്രോപ്പർട്ടീസ്. ശരിയാണ്. റേഷ്യോ സ്കെയിലിലും ഇന്റർവെൽ സ്കെയിലിനും തന്നെ ഈക്വൽ ഇന്റർവെൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത് റേഷ്യോ സ്കെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത. ഇറ്റ് ഹാസ് ട്രൂ സീറോ. നമ്മളിപ്പം 4 ടൈപ്സ് ഓഫ് സ്കെയിൽ നമ്മൾ പറഞ്ഞു, നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. അതിൽ റേഷ്യോ സ്കെയിലിന് മാത്രമാണ് ട്രൂ സീറോ ഉള്ളത്. അപ്പോ എന്താണ് റേഷ്യോസ്? ഇപ്പോ അതും ശരിയാണ്. പിന്നെ ഓപ്ഷൻ ഡി എന്താണ്? ദ ന്യൂമറൽസ് ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്. യെസ്, ഇതിലുള്ളത് ന്യൂമറിക്കൽസ് ആണ്.
വേറെ കൈൻഡ് ഓഫ് വാല്യൂസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പൊ അതും ശരിയാണ്. പിന്നെ ഓപ്ഷൻ ഇ എന്താണ് പറയുന്നത്? ഇറ്റ് യൂസസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. അല്ല, നമ്മള് റേഷ്യോ സ്കെയിലിനും ഇന്റർവെൽ സ്കെയിലിനും പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക. നമ്മൾ നോൺ പാരാമെട്രിക് ഏതിലാ യൂസ് ചെയ്യുക? നോമിനലിലും ഓർഡിനലിലും ആണ് നമ്മൾ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുക. സോ ഇതിൽ ഈക്വൽ ഇന്റർവൽ പ്രോപ്പർട്ടീസ്, ഇറ്റ് ഹാസ് ട്രൂ സീറോ. പിന്നെ ആ ന്യൂമറിക്കൽസിന് നമുക്ക് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അത് നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ പറ്റും. ഈ മൂന്നും ആണ് റേഷ്യോ സ്കെയിലിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ബാക്കി ക്വാളിറ്റി SSI ഒക്കെ ഏത് സ്കെയിലാണ്? നോമിനലോ ഓർഡിനലോ ആണ്. അതേപോലെ തന്നെ നോൺ പാരാമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത് റേഷ്യോ സ്കെയില് പാരാമെട്രിക് സ്കെയിൽ ആണ്. റേഷ്യോയിലും ഇന്റർവെല്ലിലും നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ടെസ്റ്റ് ഒക്കെ പോലുള്ള ടെസ്റ്റ് ഇല്ലേ? പിന്നെ നോൺ പാരാമെട്രിക് നമ്മൾ നോമിനലിലും ഓർഡിനലിലും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ 9th ക്വസ്റ്റ്യൻ. Which among the following is incorrect in the light of positivist research paradigm? പോസിറ്റിവിസ്റ്റ് റിസർച്ച് പാരഡിഗത്തിന്റെ ബേസിസിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? Scientific knowledge is derived from accumulation of data obtained theory-free and value-free from observation. Scientific method cannot be applied to humanities and social affairs. Anything that cannot be observed is of little importance. Science the pursuit of foundational knowledge. Yes. What is positivist research paradigm? പോസിറ്റിവിസ്റ്റ് പാരഡിഗം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഇത്രയുള്ളോ? ആൻസർ നോക്കിയാലോ എന്നാ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പോസിറ്റിവിസ്റ്റ് റിസർച്ച് പാരഡിഗം പറയുന്നത് തന്നെ നമുക്ക് സോഷ്യൽ സയൻസസിൽ സയന്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടാണ്. അതാണ് സയന്റിഫിക് പോസിറ്റിവിസ്റ്റ് പാരഡിഗത്തിന്റെ ബേസ് തന്നെ പറയുന്നത്. അപ്പോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? അതിനെ നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സയന്റിഫിക് മെത്തേഡ് കനോട്ട് ബി അപ്ലൈഡ് ടു ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. അപ്പൊ അതാണ് പോസിറ്റിവിസ്റ്റ് റിസർച്ച് പാരഡിഗത്തിന്റെ ബേസിസിൽ തെറ്റായിട്ട്. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? സയന്റിഫിക് നോളജ് ഇസ് ഡിറൈവ്ഡ് ഫ്രം അക്യുമുലേഷൻ ഓഫ് ഡാറ്റ ഒബ്റ്റെയിൻഡ് തിയറി ഫ്രീ ആൻഡ് വാല്യൂ ഫ്രീ ഫ്രം ഒബ്സർവേഷൻ. ഈ നമുക്ക് നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ ബേസ്ഡ് ആണ്. ഒബ്സർവേഷൻ അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എംപിരിക്കൽ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ലിറ്റിൽ ഇമ്പോർട്ടൻസ് ആണ് എന്നൊക്കെ തന്നെയാണ് ഈ ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് പോസിറ്റീവ് റിസർച്ച് പാരഡിഗം പറയുന്നത് തന്നെ. എന്താണ് ഈ സയൻസ് എന്ന് പറയുന്നത്? നമ്മൾ എന്താണ്, നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷണൽ നോളജിന്റെ പെർസ്യൂട്ട് ആണ് സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ അല്ല, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല. പിന്നെ എന്താണ്, സയന്റിഫിക് നോളജ് കിട്ടുന്നത് എങ്ങനെയാണ്? അക്യുമുലേഷൻ ഓഫ് ഡാറ്റ. ഇങ്ങനെയുള്ള അക്യുമുലേഷൻ ഓഫ് ഡാറ്റ തിയറി ഫ്രീ വാല്യൂ ഫ്രീ ഫ്രം ഒബ്സർവേഷൻ. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ബേസ്ഡ് നമ്മൾ സെൻസസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് പോസിറ്റീവ് റിസർച്ച് പാരഡിഗം പറയുന്നത്. അപ്പോൾ പിന്നെ സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ചിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു തോട്ടാണ് സയന്റിഫിക് പോസിറ്റിവിസ്റ്റ് റിസർച്ച് പാരഡിഗം കൊണ്ടുവെക്കുന്നത്. അപ്പോ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. While undertaking project method, identify the correct order of steps to be followed. Plan the study. കുറച്ച് റിസർച്ച് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതില്
ശരിയായിട്ടുള്ള ഓർഡർ ഏതാണ് എന്നാണ് ചോദ്യം. യെസ്. Plan the study, identify the topic, analyze, collect data, evaluate. ഓക്കെ, ഇതെന്തായാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഒരു റിസർച്ചിന്റെ ഒരു സ്റ്റെപ്സ് എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ അത് എങ്ങനെയായിരിക്കും നമ്മൾ നടത്തേണ്ടതെന്നൊക്കെയുള്ളത് അതിന്റെ ഇടയിൽ ലിറ്ററേച്ചറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആ സാധനങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെ സ്റ്റഡി എങ്ങനെയായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് നമ്മൾ ആ ഡാറ്റ നമ്മൾ സ്റ്റഡി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് 1 2 3 4 5. ഫസ്റ്റ് നമ്മൾ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, അനാലിസിസ് പാർട്ട് ചെയ്യുക, അവസാനം ഇവാലുവേഷൻ. ഇതാണ് 5 സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതായിരുന്നു നമ്മളുടെ ഇന്നലത്തെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഡെയിലി ടെസ്റ്റിലെ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഡെയിലി ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ PYQs ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ ക്ലാസ് ഡിസ്കഷൻ ഒഫീഷ്യലി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ വിൽ വൈൻഡ് അപ്പ് ദി ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ശരിക്കും 20th സെഞ്ചുറിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റിന്റെ ബേസിസിൽ തന്നെയാണ്. അവര് എന്താണ് ഒരു സിംഗിൾ ട്രൂത്ത്, എന്താണ് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ ഒരു സിംഗിൾ ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവർ യൂണിവേഴ്സൽ ട്രൂത്തിനെയും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റീവ് റിയാലിറ്റീനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് തോട്ട് ആണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും സെൻസിന്റെ ബേസിസിൽ വരുന്നതല്ല. ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുക, ഒരു സിംഗിൾ ട്രൂത്ത് ഇല്ല എന്നുള്ള ഒരു ബിലീഫ്. ഇപ്പൊ ഏത് കാര്യത്തിനായാലും ഒരു ട്രൂത്ത് മാത്രമായിരിക്കില്ല, മൾട്ടിപ്പിൾ ട്രൂത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ ഒരാൾ പറയുന്നത് മാത്രമായിരിക്കണം എന്നില്ല ശരി. അങ്ങനെയുള്ള ഒരു തോട്ടാണ് ശരിക്കും പോസ്റ്റ് മോഡേണിസം പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ ക്വസ്റ്റ്യനിലെ സെൻസസിന്റെ ബേസിലായിരുന്നില്ലേ എംപെരിസിസം. അപ്പോ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഒരിക്കലും സെൻസിന്റെ ബേസിസില്ല, പക്ഷെ ഒബ്ജക്റ്റീവ് റിയാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, യൂണിവേഴ്സൽ ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെയുള്ള കുറെ തോട്ട്സ് ആണ് പോസ്റ്റ് മോഡേണിസത്തിൽ വരുന്നത്. ജഡ്ജ്മെന്റ് സാമ്പിളിങ്ങും പെർപ്പസീവ് സാമ്പിളിങ്ങും സെയിമാണ്. ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് തന്നെയാണ് പെർപ്പസീവ് സാമ്പിളിംഗ് അല്ലേ? അതെ. ജഡ്ജ്മെന്റ് സാമ്പിളിങ്ങും എന്താണ് എക്സ്പേർട്ടിന്റെ ബേസിസിലുള്ളതാണ്. അതിന്റെ വേറൊരു പേരാണ് പെർപ്പസീവ് സാമ്പിളിംഗ് എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിളിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ എന്താണ് ഞാനൊരു പകൽ വീട്ടില് ഞാനൊരു ഇത് ചെയ്യാണ്. ഐ മീൻ പകൽ വീട്ടില്
എന്താണ് പ്രായമായിട്ടുള്ള അമ്മമാരോ അച്ഛന്മാരല്ലേ, അപ്പൊ അവരുടെ ഇടയിൽ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ എനിക്ക് വേണം. അപ്പോ ഇവിടെ ഒരുപാട് പകൽ വീടുകളുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ബേസിസിൽ പോവാണെങ്കിൽ എന്താണ് എല്ലാ പകൽ വീടും എടുക്കും. അതില് എന്താണ് എല്ലാ പകൽ വീട്ടിലെ പാർട്ടിസിപ്പൻസിനെ എടുക്കും. അതിൽ എനിക്ക് വേണ്ടത് ഇപ്പൊ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ എനിക്ക് വേണ്ടത് ഒരു 10 സാമ്പിളിനെ ആണെങ്കിൽ ആ 10 സാമ്പിളിനെ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യും. പക്ഷെ ഇത് ജഡ്ജ്മെന്റ് സാമ്പിളിങ് വരുമ്പോ എങ്ങനെയായിരിക്കും? ഇപ്പോ ഞാൻ ആരുടെങ്കിലും ഇപ്പൊ പകൽ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നില്ലെങ്കിൽ ഓരോ പകൽ വീട്ടിലും ഇപ്പൊ പകൽ വീട്ടിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള കുറച്ച് എക്സ്പേർട്സിന്റെ സഹായം ഞാൻ തേടും. അപ്പൊ അങ്ങനെ തേടും അവരുടെ അടുത്ത് നിന്ന് എനിക്ക് കൂടുതൽ ഡാറ്റ കിട്ടാൻ സാധ്യത ഉള്ളത് ഓ ഓ എല്ലാവരും പ്രായമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എല്ലാവരുടെ അടുത്തും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള ഒരു സാധനം കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടാവുന്നത് ഏതൊക്കെ ആൾക്കാരുടെ നിന്നായിരിക്കും, ഏതൊക്കെ പകൽ വീട്ടിലെ ആൾക്കാരായിരിക്കും കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള എന്താണ് യോഗ്യരായിട്ടുള്ള ആൾക്കാർ ആരായിരിക്കും എന്നുള്ളത് ഞാൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് ആ ഒരു അപ്പൊ അവരുടെ അടുത്ത് ചിലപ്പോ എനിക്ക് ഒരു 10 പേരുടെ 20 പേരുടെ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകും. അപ്പൊ അത് ഒരിക്കലും എന്താണ് റാൻഡംലി വരുന്നതല്ല, നോൺ പ്രോബബിലിറ്റി ആണ്. അപ്പൊ ഞാനൊരു എക്സ്പേർട്ടിന്റെ ബേസിസിൽ ഒരു എക്സ്പേർട്ടിന്റെ അഡ്വൈസ് പ്രകാരമായിരിക്കും ഞാൻ ആ സാമ്പിളിനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ എന്ത് കാര്യങ്ങളും ആവാം. മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നിർത്തിയാലോ? ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കാണിക്കാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് ഇനി 31st ഓൺവേർഡ്സ് അല്ലേ എക്സാം പറഞ്ഞത്. ഇന്ന് 14 ആയി, നമുക്ക് അറൌണ്ട് ഒരു 15 ഡേയ്സ് ആണ് ബാക്കിയുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാതെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാം. കൂടുതൽ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാത്തതാണ് നല്ലത്. നമ്മൾ എന്തായാലും ഇതുവരെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ടുഡേസ് ഡെയിലി ഡിസ്കഷൻ ഇസ് ഓവർ. ഗുഡ് നൈറ്റ്. ഇന്ന് വേറെ ക്ലാസ് ഇല്ല എല്ലാവർക്കും? ഇല്ല തോന്നുന്നു. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്.